മലബാറിൽ രചിക്കപ്പെട്ട ഒരു രാമായണമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണം എഴുതി, തുളസീദാസ് മറ്റൊരു രാമായണം എഴുതി. ഈ രണ്ട് മഹാന്മാരും അവര് ജീവിച്ചിരുന്ന കാലത്ത് അവരൊക്കെ വളരെയേറെ സ്നേഹിച്ചവരായിരുന്നു മുസ്ലിം സമൂഹം എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ കക്ഷി അത് നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. രാമനോടുള്ള സ്നേഹം അത് രാജ്യം ഉൾക്കൊള്ളുന്നു. അതേ അവസരത്തിൽ രാമക്ഷേത്രത്തെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയിൽ വീഴാൻ മാത്രം മണ്ടന്മാരല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടിയിരുന്നു. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ബാബരി മസ്ജിദിന്റെ കാര്യം ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. ഒന്നാണല്ലോ ബാബരി മസ്ജിദ്, ചരിത്ര യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. എന്നാൽ ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിൽ കെട്ടിയിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല. മുസ്ലിം ലീഗ് ബാബരി മസ്ജിദിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കെട്ടിയിടാനല്ല, മറിച്ച് ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യം, ചരിത്ര യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയെയും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും എങ്ങനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും എന്നാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നതും അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ അയോധ്യയുടെ ഒരു വൃത്തത്തിൽ കെട്ടിയിടാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന വിഷയമൊന്നും ഇവിടെ ചർച്ചയല്ല. രാജ്യത്ത് പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ജനാധിപത്യ ധ്വംസനങ്ങൾ നിത്യേന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ചില വിദേശ ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവിധ ഗ്രാഫുകളും മറ്റൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതൊന്നും ഇവിടെ ചർച്ചയല്ല. ഇവിടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. ഇന്ത്യയെ രക്ഷപ്പെടുത്തണം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടത് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റണം എന്നുണ്ട്. കഴിഞ്ഞ 5 മാസങ്ങളിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 47%, 43 to 47% വോട്ടാണ് BJP കിട്ടിയിട്ടുള്ളത്. ബാക്കി വോട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അതൊരു ശുഭ സൂചനയാണ്. ഒന്നുകൂടി നമ്മൾ ആഞ്ഞു പിടിച്ചാൽ, ഇന്ത്യ മുന്നണി ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ അധികാരത്തിൽ നിന്ന് BJPയെ തൂത്തെറിയുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകിയിട്ടുള്ള സൂചനകൾ.